കേരളത്തിനകത്തും പുറത്തും വിദേശങ്ങളിലൊക്കെ ഒരുപാട് ജോലി സാധ്യതകളുള്ള ഡെന്റൽ അസിസ്റ്റന്റ് പ്രോഗ്രാമിന്റെ ക്ലാസ്സുകളുടെ തിരഞ്ഞെടുത്ത ചില ഭാഗങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നത്. ഈ കോഴ്സിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് വിദഗ്ധരായ ഡെന്റൽ ഡോക്ടേഴ്സ് തന്നെയാണ് ക്ലാസ് എടുക്കുന്നത്. അതുപോലെ തന്നെ ഡെന്റൽ അസിസ്റ്റന്റായിട്ട് നാട്ടിൽ വർക്ക് ചെയ്തിട്ടുള്ളവർക്ക് വിദേശങ്ങളിൽ ജോലി നോക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എംബസി അറ്റസ്റ്റേഷൻ, ഡേറ്റ ഫ്ലോ തുടങ്ങിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഈ NSDCയുടെ കേന്ദ്ര സർക്കാരിന്റെ സർട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉപകരിക്കുന്നതാണ്. ഈ കോഴ്സിൽ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ വീഡിയോയോടൊപ്പം നൽകിയിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് ഈ വീഡിയോയിലേക്ക് കടക്കാം. ക്ലാസ്സുകൾ ശ്രദ്ധിച്ചു കേട്ടോളൂ. കൂടുതൽ ക്ലാസ്സുകൾ കേൾക്കാൻ താല്പര്യമുള്ളവർക്കോ അല്ലെങ്കിൽ നമ്മളെ ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഈ വീഡിയോയോടൊപ്പം നൽകിയിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മളൊരു ഡെന്റൽ ക്ലിനിക്കിലോട്ട് അല്ലെങ്കിൽ ഏതൊരു മെഡിക്കൽ സെറ്റപ്പിലോട്ട് കയറി ചെല്ലുമ്പോഴും ഫസ്റ്റ് നമ്മൾ അവിടെ നോട്ട് ചെയ്യുക അവിടുത്തെ വൃത്തിയും കാര്യങ്ങളൊക്കെ. കാരണം അവിടുത്തെ സാഹചര്യങ്ങൾ നല്ല വൃത്തിയും ശുചിത്വവും ഉള്ളതല്ലെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് അസുഖങ്ങൾ വരും. ഒരു അസുഖത്തിന് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ പോകുമ്പോൾ അതിന്റെ കൂടെ ബോണസ് ആയിട്ട് ഇങ്ങോട്ട് കുറെ അസുഖങ്ങൾ കിട്ടും. വൃത്തിയില്ലെങ്കിൽ, ശുചിത്വം കീപ്പ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ. ഒരു ഡെന്റൽ ഹോസ്പിറ്റൽ സെറ്റപ്സ് എല്ലാം കറക്റ്റ് സ്റ്റെറിലൈസ്ഡ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് DAയുടെ ഡ്യൂട്ടിയാണ് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത്. സോ ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. Dental clinic is a place where there is much risk of contamination due to repeated exposure to microorganisms in blood, saliva and other oral fluids during the treatment procedure. ഡെന്റൽ ക്ലിനിക് എന്ന് പറയുമ്പോൾ ബ്ലഡ്, ഓരോ ആളുകളുടെയും ബ്ലഡ്, സലൈവ, മറ്റു ഓറൽ ഫ്ലൂയിഡ്സ് എല്ലാം വഴി ഒരുപാട് മൈക്രോ ഓർഗാനിസംസ് ആ ചുറ്റുപാടിൽ നിൽക്കുന്നുണ്ടായിരിക്കും. സോ അതെല്ലാം വഴി ഡെന്റൽ ക്ലിനിക്ക് നല്ലൊരു വൃത്തികേടായി കിടക്കാൻ, കണ്ടാമിനേഷൻ, അസുഖങ്ങളൊക്കെ പകരാനും എല്ലാം ഒരുപാട് റിസ്ക് ഉള്ള ഒരു സ്ഥലമാണ് ഡെന്റൽ ക്ലിനിക്ക് എന്ന് പറയുന്നത്. സോ അൺഓർഗനൈസ്ഡ് ഹാൻഡ്ലിംഗ് ഓഫ് ദീസ് സിറ്റുവേഷൻ മേ ലീഡ് ടു എക്സ്പോഷർ ടു ദീസ് ഓർഗാനിസം. നമ്മൾ കറക്റ്റ് ആയിട്ട് നോക്കിയില്ല എന്നുണ്ടെങ്കിൽ, വൃത്തിയായി കൊണ്ടു നടന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഓർഗാനിസംസ് ഒക്കെ വഴി നമുക്ക് ഇങ്ങോട്ട് അസുഖങ്ങൾ വരും. In dentistry, both patients and dental healthcare personnel are at a risk of exposure to pathogen. ഇത് വരുന്ന പേഷ്യൻസിന് മാത്രമല്ല ഈ അസുഖങ്ങൾ വരിക, ഡീൽ ചെയ്യുന്ന ഡെന്റിസ്റ്റിനും നിങ്ങളെ പോലെ ഡെന്റൽ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നവർക്കും അസുഖങ്ങൾ വരും. സോ അത് കറക്റ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. Hence, maintaining strict asepsis, waste sterilization and proper storage help in minimizing the risk of exposure to small infection to dental diseases. ചെറിയ അസുഖങ്ങൾ തൊട്ട് വലിയ രോഗങ്ങൾ വരെയുള്ള കണ്ടീഷൻസ് പ്രിവെന്റ് ചെയ്യാൻ കറക്റ്റ് ആയിട്ട് സ്റ്റെറിലൈസേഷൻ പ്രോട്ടോകോൾസ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. സോ സ്റ്റെറിലൈസേഷൻ നമ്മൾ കുറേ സംഭവങ്ങൾ പറഞ്ഞു. കറക്റ്റ് സ്റ്റെറിലൈസേഷന്റെ ഒരു ഡെഫിനിഷൻ ഉണ്ട്. എന്താണ് സ്റ്റെറിലൈസേഷൻ? ഈ ഡെഫിനിഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം. എക്സാം വരുമ്പോൾ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ഈ ഭാഗത്തു നിന്നൊക്കെ കേട്ടോ. Sterilization is a process by which an article, surface or medium is made free of all microorganisms, either in vegetative or spore form. Sterilization എന്ന് പറയുമ്പോൾ ഒരു പ്രോസസ്സാണ്, ഒരു പ്രക്രിയയാണ്. By which an article, surface or medium, എന്തെങ്കിലും ഒരു സാധനമോ അല്ലെങ്കിൽ ഒരു പ്രതലോ, അതായത് ഇപ്പൊ നമ്മുടെ ടേബിള് അല്ലെങ്കിൽ ഇപ്പം ഈ കബോർഡ്സിന്റെ മുകൾ വശമൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെ ഏതെങ്കിലും സ്ഥലം അല്ലെങ്കിൽ എന്തെങ്കിലും മീഡിയം എന്ന് പറയുമ്പോൾ ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനത്തിനെയാണ് മീഡിയം എന്ന് പറയാം. അതായത് ഇപ്പോൾ ലിക്വിഡ്സ്, കാര്യങ്ങള് എല്ലാത്തിനെയും മൈക്രോ ഓർഗാനിസത്തിൽ നിന്നും ഫ്രീ ആയിട്ട് നിർത്തുന്ന പ്രക്രിയയാണ് നമ്മൾ സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്നത്. ആ മൈക്രോ ഓർഗാനിസംസ് ചിലപ്പം വളരുന്ന അവസ്ഥയിലായിരിക്കും, അല്ലെങ്കിൽ സ്പോർ ഫോമിലായിരിക്കും. സ്പോർ ഫോം എന്ന് പറയുമ്പോൾ മൈക്രോ ഓർഗാനിസത്തിന്റെ തുടക്കം ഒരു സ്റ്റേറ്റ് ആണ്. ഇപ്പോ നമ്മള് ഇപ്പം മനുഷ്യരിലെ കുട്ടികൾ ഭ്രൂണാവസ്ഥയിൽ ഇരിക്കുക എന്ന് പറയില്ലേ, അതുപോലത്തെ അവസ്ഥയാണ് മൈക്രോ ഓർഗാനിസത്തിന്റെ സ്പോർ ഫോം എന്ന് പറയുന്നത്. ആള് പുറത്തേക്ക് എത്തിയിട്ടുണ്ടാവില്ല, പക്ഷെ അത് വളർന്നും മൈക്രോ ഓർഗാനിസമായിട്ട് വന്ന് നമ്മളെ ഇൻഫെക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ അവസ്ഥകളിൽ നിന്നും, മൈക്രോ ഓർഗാനിസത്തിന്റെ അവസ്ഥകളിൽ നിന്നും
ആർട്ടിക്കിളിനെയും സർഫസിനെയും മീഡിയത്തെയും ഫ്രീ ആക്കുന്ന പ്രക്രിയയാണ് സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ കമ്മിങ് ടു ഡിസിൻഫെക്ഷൻ. ഡിസിൻഫെക്ഷൻ എന്ന് പറയുമ്പോൾ ഡിസ്ട്രക്ഷൻ ഓഫ് ഓൾ പാത്തോജൻസ് ഓർ ഓർഗാനിസം കാപ്പബിൾ ഓഫ് പ്രൊഡ്യൂസിങ് ഇൻഫെക്ഷൻ ബട്ട് നോട്ട് നെസസറിലി സ്പോർ. സ്റ്റെറിലൈസേഷൻ എന്ന് പറയുമ്പോൾ എല്ലാ മൈക്രോ ഓർഗാനിസത്തിനെയും അത് ഏതൊക്കെ അവസ്ഥയിലാണോ അതിനെല്ലാം ഇല്ലാതാക്കുന്ന പ്രക്രിയയാണ് സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്നത്. പക്ഷെ ഡിസിൻഫെക്ഷനിലോട്ട് വരുമ്പോൾ ഓൾ പാത്തോജൻസ് ആണ്. പാത്തോജൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അസുഖങ്ങൾ ഉണ്ടാക്കാൻ കഴിവുള്ള മൈക്രോ ഓർഗാനിസത്തിനെയാണ് പാത്തോജൻസ് എന്ന് പറയുന്നത്. നമുക്ക് ഇപ്പോൾ മൈക്രോ ഓർഗാനിസത്തിൽ ചില മൈക്രോ ഓർഗാനിസം, ഇപ്പോൾ വയറിലൊക്കെ ബാക്ടീരിയസ് ഉണ്ട്, അത് നമ്മുടെ ദഹനത്തിനെ സഹായിക്കുന്നതാണ്. വായയിൽ ബാക്ടീരിയസ് ഉണ്ട്, അത് നമ്മുടെ വായയുടെ ഉള്ളിൽ അസുഖങ്ങളിൽ നിന്നും എല്ലാം നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്ന കുറെ നല്ല മൈക്രോ ഓർഗാനിസംസ് നമ്മുടെ ശരീരത്തിൽ ഉടനീളമുണ്ട്. അപ്പോൾ എല്ലാ മൈക്രോ ഓർഗാനിസത്തിൽ നിന്നും സാധനങ്ങളെ ഫ്രീ ആക്കുന്നതിനെയാണ് സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്നത്. പക്ഷെ അസുഖങ്ങൾ വരുത്തുന്ന മൈക്രോ ഓർഗാനിസത്തിൽ നിന്നും നമ്മളെ അതിനൊക്കെ ഡിസ്ട്രോയ് ചെയ്യുക, നശിപ്പിക്കുക എന്നുള്ള പ്രക്രിയയാണ് ഡിസിൻഫെക്ഷൻ എന്ന് പറയുന്നത്. ഈ ഡിസിൻഫെക്ഷൻ പ്രക്രിയ വഴി സ്പോറുകൾ നശിച്ചു പോകണം എന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഭ്രൂണാവസ്ഥയിലുള്ള കുട്ടിയെ പോലെ ഇരിക്കുന്ന മൈക്രോ ഓർഗാനിസത്തിന്റെ സ്പോർ സ്റ്റേജ്, ആ സ്പോർ സ്റ്റേജിലുള്ള മൈക്രോ ഓർഗാനിസത്തിനെ നശിപ്പിക്കാൻ ഡിസിൻഫെക്ഷൻ വഴി കഴിയണം എന്നില്ല. ഓക്കെ, സ്റ്റെറിലൈസേഷൻ എന്ന് പറയുമ്പോൾ എല്ലാത്തിനെയും, എല്ലാ മൈക്രോ ഓർഗാനിസത്തിനെയും ഇല്ലാതാക്കും. ഡിസിൻഫെക്ഷൻ എന്ന് പറയുമ്പോൾ സെലക്റ്റഡ് ആയിട്ട് ഉള്ള മൈക്രോ ഓർഗാനിസത്തിനെ മാത്രമേ ഇല്ലാതാക്കുന്നുള്ളൂ. ഓക്കെ, ദിസ് ഈസ് ദ ഇൻട്രൊഡക്ഷൻ പാർട്ട് ഓഫ് ദിസ് ചാപ്റ്റർ. ഇനി നമുക്ക് മെത്തേഡ്സ് ഓഫ് സ്റ്റെറിലൈസേഷൻ എന്ന ടോപ്പിക്കിലോട്ട് പോവാം. മെത്തേഡ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഫിസിക്കൽ മെത്തേഡ്സ് ഉണ്ട്, കെമിക്കൽ മെത്തേഡ്സ് ഉണ്ട്. ഫിസിക്കൽ മെത്തേഡിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് സൺലൈറ്റ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും, നമ്മള് ഈ ഫിസിക്കൽ മെത്തേഡ്സിലോട്ട് വരികയാണെങ്കിൽ സൺലൈറ്റ്, ഹീറ്റ്, ഡ്രൈ, ഓസോൺ, ഫിൽട്രേഷൻ, റേഡിയേഷൻ, ഇത്രയും മെത്തേഡ്സ് ആണ് ഫിസിക്കൽ മെത്തേഡ്സിൽ വരുന്നത്. ഫിസിക്കൽ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? ഞാനിപ്പോ ഒരു മെസ്സേജ് കണ്ടു കേൾക്കുന്നില്ല എന്ന്. ഫിസിക്കൽ മെത്തേഡ്സിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് സൺലൈറ്റ്. നമ്മള് പാരമ്പര്യമായിട്ട് നമ്മുടെ വീടുകളിലൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു മെത്തേഡ് കൂടിയാണ് ഈ സൺലൈറ്റ്, മൈക്രോ ഓർഗാനിസത്തിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. നിങ്ങളിപ്പോ പണ്ടത്തെ കാലത്തൊക്കെ ആണെങ്കിൽ പാത്രങ്ങൾ കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഉണക്കാനായിട്ട് സൺലൈറ്റ് ഉള്ള ഏരിയയിൽ വെക്കും. അപ്പോൾ പാത്രങ്ങൾ ഉണങ്ങുക മാത്രമല്ല, അതിൽ എന്തെങ്കിലും ബാക്ടീരിയാസ് പുറമെ നിൽക്കുന്നുണ്ടെങ്കിൽ അതും കൂടി നശിച്ചു പോകും സൺലൈറ്റിൽ വെക്കുമ്പോൾ. ഇപ്പോ ഡ്രസ്സുകൾ ഉണക്കുമ്പോഴാണെങ്കിലും നമ്മൾ സൺലൈറ്റ് ഉള്ളിടത്ത് കൊണ്ടുപോയി ഇടുന്നത്, അതെല്ലാം മൈക്രോ ഓർഗാനിസത്തിനെ കില്ല് ചെയ്യാൻ കൂടിയാണ്. സോ ഈ സൺലൈറ്റ് എന്ന് പറയുന്നത് സ്റ്റെറിലൈസേഷന്റെ ക്ലിനിക്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഹീറ്റ് മെത്തേഡാണ്. ഡ്രൈ ഹീറ്റ്, മോയിസ്റ്റ് ഹീറ്റ്, ഈ രണ്ട് മെത്തേഡ്സ് ആണ് നോർമലി ക്ലിനിക്കിൽ യൂസ് ചെയ്യുക. പിന്നെ നമുക്ക് വരുന്നത് ഓസോൺ ഉണ്ട്, ഫിൽട്രേഷൻസ് ഉണ്ട്, റേഡിയേഷൻസ് ഉണ്ട്. ഇതെല്ലാം നമ്മൾ ജസ്റ്റ് പറയുന്നേ ഉള്ളൂ, ഇതൊന്നും നമ്മൾ അങ്ങനെ യൂസ് ചെയ്യുന്നതല്ല. നമ്മൾ ക്ലിനിക്കിൽ യൂസ് ചെയ്യുന്നത് മോയിസ്റ്റ് ഹീറ്റിനെയും ഡ്രൈ ഹീറ്റിനെയാണ്. പിന്നെ സൺലൈറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു മെത്തേഡ് ആയതുകൊണ്ട് ജസ്റ്റ് മെൻഷൻ ചെയ്തു എന്ന് മാത്രം. പിന്നെ കെമിക്കൽ മെത്തേഡ്സിലോട്ട് വരുമ്പോൾ കുറച്ച് കെമിക്കൽസ് ആണ്. ഇത് ആൽക്കഹോൾസ്, ആൽഡിഹൈഡ്, ഫിനോള്, ഹാലജൻസ്, ഓക്സിഡൈസിങ് ഏജൻസ്, സോൾട്ട്, സർഫസ് ആക്റ്റീവ് ഏജൻസ്, ഡൈസ്, വേപ്പർ ഫേസ് ഡിസിൻഫെക്റ്റൻസ്. നമ്മൾ യൂസ് ചെയ്യുന്ന ഡെറ്റോള് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഡെറ്റോള്, അതുപോലെ ഇപ്പോ
ഡിസിൻഫെക്റ്റിംഗ് ഡെറ്റോൾ പോലത്തെ കുറെ സൊല്യൂഷൻസ് നമുക്ക് അവൈലബിൾ ആണല്ലോ. തറ തുടക്കാൻ യൂസ് ചെയ്യുന്ന ഫിനോയിൽസ്, അതെല്ലാം നമ്മൾ സ്റ്റെറിലൈസേഷനും ഡിസിൻഫെക്ഷനും വേണ്ടി യൂസ് ചെയ്യുന്ന ഓരോ മെത്തേഡ്സ് ആണ്. അങ്ങനത്തെ കുറച്ച് കെമിക്കൽസ് ആണ് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇതൊന്നും നമ്മൾ മെത്തേഡ്സിൽ നമ്മൾ പറയുന്നുണ്ടെങ്കിലും നമ്മുടെ ക്ലിനിക്കിൽ ഇതിൽ ആൽക്കഹോൾസും ആൽഡിഹൈഡ്സും ഫിനോൾസും ഒക്കെ യൂസ് ചെയ്യാറുള്ളൂ. അതിനപ്പുറം നമ്മൾ കാര്യമായിട്ടൊന്നും യൂസ് ചെയ്യാറില്ല. ഇതെല്ലാം പക്ഷെ ഹോസ്പിറ്റൽ സെറ്റപ്പിലോട്ട് വരുമ്പം കുറച്ചും കൂടി കാര്യങ്ങൾ യൂസ് ചെയ്യും. ഇപ്പോൾ വേപ്പർ ഫേസ് ഡിസിൻഫെക്റ്റൻസ് ഒക്കെ വായു വരെ അണുവിമുക്തമാക്കാൻ വേണ്ടിയിട്ട് വേപ്പർ ഫേസ് ഡിസിൻഫെക്റ്റൻസ് ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ യൂസ് ചെയ്യും. പക്ഷെ ഒരു ഡെന്റൽ ക്ലിനിക് സെറ്റപ്പിൽ ഇതൊന്നും നമ്മൾ അങ്ങനെ യൂസ് ചെയ്യാറില്ല. ജസ്റ്റ് ആൽക്കഹോൾ ആൽഡിഹൈഡ്സ് ഒക്കെ യൂസ് ചെയ്യാറുള്ളൂ. സോ നമ്മൾ അവിടെ ഈ ഏരിയാസ് ആണ് നമ്മൾ കൂടുതൽ സ്ട്രെസ് ചെയ്ത് പഠിക്കുന്നത്. നമുക്ക് അറിയേണ്ട മെയിൻ ആയിട്ടുള്ള ഒരു സാധനമാണ് ഹോട്ട് എയർ ഓവൻ. ഞാൻ നേരത്തെ പറഞ്ഞ ഫിസിക്കൽ മെത്തേഡ്സിലെ ഡ്രൈ ഹീറ്റ് എന്ന് പറയുന്ന സംഭവം യൂസ് ചെയ്തിട്ടുള്ള മെത്തേഡ് ഓഫ് സ്റ്റെറിലൈസേഷൻ ആണ് ഹോട്ട് എയർ ഓവൻ. It is most widely used method for sterilization by dry heat. The oven is electrically heated and fitted with a fan to ensure adequate and even distribution of hot in chamber. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ വൈഡ്ലി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് സ്റ്റെറിലൈസേഷൻ. ഈ ഹോട്ട് എയർ ഓവൻ ഡെന്റൽ ക്ലിനിക്കിൽ മാത്രമല്ല ഹോസ്പിറ്റലിലൊക്കെ യൂസ് ചെയ്യുന്നതാണ്. ഇതിന്റെ മെക്കാനിസം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇലക്ട്രിക്കലി ഹീറ്റ് ചെയ്യും. നമ്മുടെ ഓവനൊക്കെ ഹീറ്റ് ചെയ്യുന്ന പോലെ, നോർമൽ കുക്കിംഗ് ഓവനൊക്കെ ഹീറ്റ് ചെയ്യുന്ന പോലെ ഹീറ്റ് ചെയ്യും. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഒരു ഫാൻ ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഫാൻ വഴി ഹീറ്റ് എല്ലാ ഭാഗത്തോട്ടും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ആ ഹീറ്റ് വഴിയാണ് ബാക്ടീരിയാസ് നശിക്കുന്നത്. നാട്ടിൽ തന്നെ ജോലിയോടുകൂടി ഒരു കരിയർ തുടങ്ങാനാണോ നിങ്ങളുടെ ആഗ്രഹം? വെറും 2 മാസത്തെ ഓൺലൈൻ ട്രെയിനിങ് വഴി നിങ്ങൾക്കുമാവാം ഒരു ഡെന്റൽ അസിസ്റ്റന്റ്. SSLC അല്ലെങ്കിൽ +2 അല്ലെങ്കിൽ കരിയർ ഗ്യാപ്പ് വന്നവർക്ക് ഇതാണൊരു സുവർണാവസരം. പ്ലേസ്മെന്റ് സർവീസ് രംഗത്ത് 12 വർഷത്തെ പാരമ്പര്യമുള്ള ആൽഫ കരിയേഴ്സ് ആൻഡ് ട്രെയിനിങ് നിങ്ങൾക്കൊരുക്കുന്നു മെഡിക്കൽ ഫീൽഡിൽ ഒരു ഗോൾഡൻ ചാൻസ്. നിങ്ങൾക്ക് എവിടെയിരുന്നും എപ്പോൾ വേണമെങ്കിലും അറ്റൻഡ് ചെയ്യാവുന്ന കംപ്ലീറ്റ് ഓൺലൈൻ ക്ലാസുകൾ, അതും മികച്ച ഡോക്ടർമാരുടെ ലൈവ് ക്ലാസുകൾ. നമ്മുടെ ഫ്രീ പ്ലേസ്മെന്റ് സപ്പോർട്ട് നിങ്ങളെ നേരിട്ട് ജോലിയിലേക്ക് നയിക്കുന്നു. കൂടാതെ ഹെൽത്ത് കെയർ മേഖലയിൽ വിദേശ ജോലികൾക്ക് വേണ്ടി അപ്പോസ്റ്റിൽ അറ്റസ്റ്റേഷൻ, ഡാറ്റ ഫ്ലോ എന്നിവയ്ക്ക് ഈ കോഴ്സ് അനുയോജ്യമാണ്. ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 50% ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. ഒട്ടും വെയിറ്റ് ചെയ്യാതെ ഇപ്പോൾ തന്നെ DM ചെയ്യൂ, അല്ലെങ്കിൽ താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ വിളിക്കൂ.